പ്രിയമുള്ളവരെ, എല്ലാവർക്കും എല്ലാ നന്മകളും സമാധാനവും നേർന്നുകൊണ്ട് വീണ്ടും റേഡിയോ വോയിസിലേക്ക് സ്നേഹാദരോടെ സ്വാഗതം ചെയ്യുന്നു. കബീർ കറുപ്പം വീട്ടിൽ വേദനയോടെ ഒരു ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ നാട്ടുനന്മകൾ പൂത്തുലയട്ടെ. ഞാൻ മണ്ണായിരുന്നെങ്കിൽ, ജലമായിരുന്നെങ്കിൽ, പുല്ലോ പുഴയോ പൂവോ ആയിരുന്നെങ്കിൽ, പക്ഷികൾക്കൊപ്പം പാറി നടക്കാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഭയപ്പെടാൻ എനിക്കൊന്നും ഉണ്ടാകില്ലായിരുന്നു. വളരുന്ന മരങ്ങൾക്കും പൊഴിയുന്ന ഇലകൾക്കും നടുവിൽ മണ്ണിലും ചേറിലും പുല്ലിലും മണ്ണിൻ്റെ ഹൃദയത്തിൽ അഭയം തേടുന്ന, മണ്ണിൻ്റെ കൈപിടിച്ച് പിച്ച വെച്ച് നടക്കാൻ ശ്രമിക്കുന്ന, ഒടുവിൽ മണ്ണിൽ തന്നെ തലചായ്ക്കുന്ന മണ്ണിൻ്റെ ചങ്ങാതിയെയാണ് ഞാനെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഭാരതത്തിൻ്റെ വിശ്വമഹാകവി രവീന്ദ്രനാഥ് ടാഗോറാണ്. കവിഭാവനയുടെ സുഖത്തെയും ദുഃഖത്തെയും അടയാളപ്പെടുത്താനല്ല ടാഗോറിനെ കൂട്ടുപിടിക്കുന്നത്. ഈ മണ്ണിലാണ് നമ്മൾ പിച്ച വെച്ച് നടന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ സ്വപ്നങ്ങൾ കണ്ടതും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായതും. കാലചക്രം അതിൻ്റെ സമയമെടുത്തു തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. എങ്കിലും അതിവേഗത അതിനുണ്ടെന്ന് നമുക്ക് തോന്നും. കാരണം ഇന്നലെ കണ്ട കാഴ്ചകളല്ല നമ്മൾ ഇന്ന് കാണുന്നത്. അങ്ങനെയാവുകയും ചെയ്യരുത്. നന്മയുടെ മിന്നാമിനുങ്ങുകളെ നമുക്ക് എവിടെയാണ് ദർശിക്കാൻ കഴിയുക? കൂരിരുട്ടിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ നമുക്ക് തോന്നും അത് മണ്ണട്ട കരയുന്നതാണെന്ന്. വാഹനത്തിനിടയിൽപ്പെട്ട് ഒരാൾ പിടയുന്നത് കണ്ടാൽ സഞ്ചരിക്കുന്ന വാഹനം നിർത്തി സ്മാർട്ട് ഫോൺ കയ്യിലെടുക്കും. വാട്സപ്പിൽ ജീവന് വേണ്ടി പിടയുന്ന ആ മനുഷ്യൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ലൈക്കുകൾക്ക് വേണ്ടി ഓടി നടക്കും. അടുത്ത വീട്ടിൽ നിന്ന് ഉച്ചത്തിലുള്ളൊരു കരച്ചിൽ കേട്ടാൽ അതവിടെ ദിവസവും ഉണ്ടാവുന്നതാണ് പറഞ്ഞ് നമ്മൾ സ്വയം ആശ്വസിക്കും. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ നമ്മൾ അറിയുന്നു 2 ആഴ്ച മുമ്പ് കഴിച്ച മാങ്ങയുടെ തോടായിരുന്നു ആ കുട്ടിയുടെ ആമാശയത്തിലുണ്ടായിരുന്നതെന്ന്. ആഡംബര വിവാഹങ്ങൾക്കൊടുവിൽ എത്രയെത്ര ഭക്ഷണങ്ങളാണ് കുഴിവെട്ടി മൂടിക്കളയുന്നത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്തവരുണ്ട് ഇപ്പോഴും നമുക്ക് ചുറ്റിലും. അവിടെയാണ് ഭക്ഷണം നശിപ്പിക്കപ്പെടുന്നത്. ഫ്ലാഷ് ന്യൂസുകളും അന്തിച്ചർച്ചകളും ആവേശത്തോടെ ഉറക്കമിളിച്ച് നമ്മൾ കാണും. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന പോലെ ചിലപ്പോൾ ഒരു നൗഷാദ് വരും. ശ്വാസം കിട്ടാതെ മരിച്ചു വീഴുമ്പോഴും ശകാരശരങ്ങൾ പ്രവഹിച്ചു കൊണ്ടുതന്നെയിരിക്കും. എന്തേ നാം ഇങ്ങനെ? നമ്മുടെ കൂടപ്പിറപ്പുകൾ അശാന്തിയുടെ കറുത്ത പകലിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ്